പോലീസും എക്സൈസും ഒക്കെ ഏറെക്കാലമായി ആശങ്കയോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഒടുവിൽ മലപ്പുറത്ത് സംഭവിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലെ HIV ബാധ. ഉടൻ നമ്മുടെ സംവിധാനങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അത് വലിയ വിപത്തായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംഘമായി ചേർന്ന് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരിമരുന്ന് കുത്തിവെക്കുന്നതാണ് HIV ബാധയിലേക്ക് നയിക്കുന്നത്. രാജ്യത്ത് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് HIV ബാധിതർ കൂടുതലുള്ളത്. അവിടെ നിന്ന് ജോലിക്കായി കേരളത്തിലെത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. അവരിൽ HIV ബാധിതരുമുണ്ട്. ലഹരിക്ക് അടിമയായവരും ഏറെ. അവരുമായി കൂടിക്കലർന്ന് ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് രോഗം പടരുക സ്വാഭാവികം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് സിറിഞ്ച് രൂപത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തി വ്യാപകമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇത്തരം ഒഴിഞ്ഞ സ്ഥലങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളുമൊക്കെയാണ് ലഹരി സംഘങ്ങളുടെ ഇഷ്ടതാവളങ്ങൾ. അവിടെ വരുമ്പോൾ ആരും അറിയാതെ അവർക്ക് യഥേഷ്ടം ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കാൻ കഴിയും. ലഹരി ഉപയോഗിക്കുന്നവർ പതിവായി എത്തുന്ന ഒരു സ്ഥലമാണിതെന്ന് കണ്ടാൽ തന്നെ അറിയാം. കാരണം ഒരുപാട് മദ്യക്കുപ്പികളും ലഹരി ഉപയോഗിച്ചതിൻ്റെ തെളിവുകളുമൊക്കെ ഇവിടെയുണ്ട്. ഒരാൾ ഉപയോഗിച്ച സിറിഞ്ചോ ബ്ലേഡോ ഒക്കെ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിക്കാം. MDMA ഉപയോഗിക്കുന്നവർ കയ്യിൽ മുറിവുകൾ ഉണ്ടാക്കും. ഇതിനായി ഒരേ ബ്ലേഡ് ഉപയോഗിക്കുമ്പോഴും HIV ബാധയുണ്ടാകാം. ലഹരി ഉപയോഗിക്കുന്നവരിലെ HIV ബാധിതരുടെ എണ്ണം ഇനിയും കൂടും. കാരണം അത്രത്തോളം നമ്മുടെ നാട്ടിൽ ലഹരിയുടെ വ്യാപനം സംഭവിച്ചിട്ടുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും ഈ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം അതിന്റെ വ്യാപ്തി. 2023 30,697 NDPS കേസുകളാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത്. 2022 ഇത് 27,530 കേസുകളായിരുന്നു. ഈ വർഷം ജനുവരിയിൽ മാത്രം 1,999 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023 എക്സൈസ് സംസ്ഥാന വ്യാപകമായി 6,500 NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതേ വർഷം എക്സൈസ് മാത്രം പിടിച്ചത് 7 കിലോ MDMA ആണ്. സാധാരണ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി ചിലർ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്തരക്കാരിലാണ് ഈ HIV ബാധ കൂടുതലായി കാണുന്നത്. സാധാരണഗതിയിൽ MDMA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ MDMA എന്ന് പറയുന്നത് സ്റ്റിമുലൻ്റ് ഇനത്തിൽപ്പെടുന്ന മയക്കുമരുന്നാണ്. അതേസമയം ഈ ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുക്കുന്ന മയക്കുമരുന്ന് ഡിപ്രസൻ്റാണ്. അതായത് ഓപ്പിയോഡ് ഇനത്തിൽ വരുന്ന മയക്കുമരുന്നാണ് ഇഞ്ചക്ഷനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി പെയിൻ കില്ലറായിട്ടും അല്ലെങ്കിൽ അനസ്തേഷ്യയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ച് മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. പരിശോധനകൾ നടത്തി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലെ HIV ബാധിതരെ കണ്ടെത്തി ബോധവൽക്കരണം അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ രോഗം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുജിത്തിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.